2019 UDFിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചുവെങ്കിലും കാസർഗോഡ് ഒരു ചരിത്രം പക്ഷേ ഇടതുപക്ഷത്തിനൊപ്പമാണ്. മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷമുള്ള 3 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ നിന്ന് വിജയിച്ചത് സാക്ഷാൽ AKG ആണ്. 1957, 1967, 1957, 1962, 1967 എന്നീ തെരഞ്ഞെടുപ്പുകൾ. 1971 കാസർഗോട്ടെ ആദ്യത്തെ അട്ടിമറി നടക്കുന്നത്. കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്ന KSU നേതാവ് കോൺഗ്രസിന് വേണ്ടി കാസർഗോഡ് മണ്ഡലം പിടിച്ചെടുത്തു. തോറ്റത് CPMലെ പ്രമുഖനായിരുന്ന EK നായനാരാണ്. 1977 കടന്നപ്പള്ളി വിജയം ആവർത്തിച്ചു. ഇന്നത്തെ മുന്നണി സംവിധാനം, അതായത് ഇടത് ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും നിലവിൽ വന്നതിന് ശേഷം 2019 മുമ്പ് 1984 മാത്രമാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ UDF അവിടെ വിജയിച്ചിരിക്കുന്നത്. രാമറായ് 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാമറായ് കാസർഗോഡ് മണ്ഡലം കോൺഗ്രസിന് വേണ്ടി കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. പിന്നീട് ഇങ്ങോട്ട് വിജയിച്ചതൊക്കെ CPM സ്ഥാനാർത്ഥികളായിരുന്നു. T. ഗോവിന്ദൻ, P. കരുണാകരൻ, ഇവർ രണ്ടുപേരും 3 വട്ടം വീതം ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറി. ഈ മുന്നണി സംവിധാനം നിലവിൽ വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിലൊഴികെ എല്ലാറ്റിലും വിജയിച്ച ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനത്തെയാണ് 2019 രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ UDF കോൺഗ്രസ് തകർത്തത്. അങ്ങനെ ഇടതു സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഘടന നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ LDFന്, വിശിഷ്യ CPIMന് നല്ല സ്വാധീനമുള്ള 3 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെയൊക്കെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ നിന്ന് CPIM സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോയത്. മറ്റു മണ്ഡലങ്ങൾ നോക്കുക, ബാക്കിയുള്ള 2 മണ്ഡലങ്ങൾ കൂടി ഉദുമയും കാഞ്ഞങ്ങാടും ഇവിടെയും ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ്. എന്നിട്ടും 2019 രാജ്മോഹന് 40,000-ലധികം ലീഡ് എങ്ങനെ കിട്ടി എന്നുള്ളത് കൗതുകമുള്ള കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തി എന്നുള്ളതാണ്. രാഹുൽ വയനാട്ടിലേക്ക് വന്നത് UDFനും കോൺഗ്രസിനും നൽകിയ ഊർജം ചെറുതായിരുന്നില്ല. അത് കേരളത്തിൽ എമ്പാടും UDFന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുകയും ചെയ്തു. അതിൻ്റെ ഗുണം രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് കിട്ടിയിട്ടുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശബരിമല ഒരു വലിയ വിവാദ വിഷയമായി കേരളത്തിലുണ്ടായിരുന്നു. അത് ഉപയോഗിക്കാൻ BJP വലിയ തോതിൽ ശ്രമിച്ചു, കോൺഗ്രസും ശ്രമം നടത്തിയിരുന്നു. ഇതിൻ്റെ ഒരു ഫലവും രാജ്മോഹൻ ഉണ്ണിത്താന് ആ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം പെരിയ ഇരട്ടക്കൊലപാതക കേസ്, രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ നടത്തിയ ഇരട്ടക്കൊലപാതകങ്ങൾ, ഇതിന് തൊട്ടുപിറകെയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതിൻ്റെ ഗുണവും രാജ്മോഹൻ ഇതൊക്കെ തന്നെയാണോ രാജ്മോഹൻ ഉണ്ണിത്താന് ഈ 40,000-ലധികം ഭൂരിപക്ഷം സമ്മാനിച്ചത് എന്ന ചോദ്യമുണ്ട്.